ഗൈസ് തൊട്ടടുത്താണ്. കണ്ടില്ലേ വണ്ടി കയറിയ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നാട്ടിലേക്കുള്ള ലോഡ് പിടിക്കുക. ഇത്ര നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്തു. നമുക്കപ്പൊ ലോഡ് കിട്ടിയിട്ടുണ്ട്. ജിപ്സം ബോർഡ് കൊണ്ടുപോകാനാണ് ലോഡ് കിട്ടിയത്. അപ്പൊ ഒരു 60 കിലോമീറ്റർ നമ്മൾ ഇന്നലെ ലൊക്കേഷനിൽ പോയിട്ട് വേണം ലോഡ് എടുക്കണം. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മളപ്പോ ലോഡ് എടുക്കുന്ന സ്ഥലത്തെത്തി. ഇപ്പൊ നമ്മുടെ മുമ്പ് വന്ന വണ്ടിയിലെ ലോഡ് കയറ്റിട്ടിരിക്കുക. അവിടെ ലോഡ് കയറ്റി കഴിഞ്ഞ വണ്ടി കിടക്കണത്. സ്ഥലമൊക്കെ അടിപൊളിയാ. പക്ഷെ ചായ കുടിക്കണമെങ്കിൽ ഒരു 5 കിലോമീറ്റർ നടന്നു പോകണം. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ അവിടെ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മള് സക്സസ്ഫുള്ളി പെട്ടിരിക്കുന്നു. ലോഡ് കയറ്റി തരില്ല എന്ന് പറഞ്ഞു. നമുക്ക് രാവിലെ തന്നെ അവര് നേരത്തെ ലോഡാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വണ്ടി ഇവിടെ ലോഡ് കയറ്റിനോടത്ത് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ രാവിലെ ലോഡ് കയറ്റി ഒരു 11 മണിയാകുമ്പോഴേക്കും പരിപാടി കഴിയും. അപ്പൊ ആ നേരത്ത് നമുക്ക് ബില്ലും റെഡി ആവണമെങ്കിൽ രാവിലെ തന്നെ വല്ല പാർട്ട് ലോഡ് നോക്കി അതും കയറ്റി നമുക്ക് നേരെ തൃശ്ശൂർക്ക് തിരിക്കാം. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ തന്നെ ഇട്ടുണ്ട് കേട്ടോ. ഇന്ന് ഫസ്റ്റ് ലോഡിങ് നമുക്ക്. ബാക്കിയുള്ള വണ്ടികൾ താഴെ കിടക്കുന്ന വണ്ടിയൊക്കെ ലോഡ് ഇറക്കാനുള്ള വണ്ടികളാ. അതൊക്കെ തിരുവനന്തപുരത്ത് നിന്നാണ് വന്നേരി. അല്ല, പെരുമ്പാവൂരില്. ഇത് നമ്മുടെ വണ്ടി ഇപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ പണിക്കാരൊന്നും എത്തിയിട്ടില്ല. അവര് വന്ന കൈയോടെ ലോഡ് കയറ്റി. അപ്പൊ ഒരു 11:30 ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കിടക്കുന്ന വണ്ടികളൊക്കെ ലോഡ് കയറ്റാനും അതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടികളൊക്കെ ഇറക്കാനും വേണ്ടി വന്നേക്കുന്ന വണ്ടികളാണ്. അതൊക്കെ കൂടെ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോ രാവിലെ നമ്മുടെ വണ്ടി ലോഡ് കയറ്റാൻ തുടങ്ങിട്ടാ. നമുക്ക് ബില്ല് കിട്ടിയത് നമ്മുടെ പിടിക്കുന്നയാ. തൃശ്ശൂർ പാട്രാക്കില്ലേ അവിടേക്കാണ്. രാവിലെ പണിക്കാർ ലോഡാന്നിട്ടാ കഴിഞ്ഞപ്പോ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കഴിയുമ്പോ നമുക്ക് നേരെ ഇവിടുന്ന് തിരിക്കാം. ഇപ്പൊ ബില്ല് കിട്ടിയ പാട്രാക്കി അധികം ഇവിടെ എത്തി കഴിഞ്ഞപ്പോ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഈ വണ്ടി കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഈ വണ്ടിയുടെ ഡ്രൈവറെ വീട്ടിലേക്ക് നാട്ടിക്കാണ് പോയി. അപ്പൊ വണ്ടി ലോഡ് കയറ്റി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ വണ്ടി എടുക്കും. ഒരു 10 വീലാട്ടാ. അപ്പൊ നമ്മുടെ ലോഡ് കയറ്റി എല്ലാ പരിപാടി കൊടുത്ത കഴിഞ്ഞു. ബില്ല് കിട്ടി. നേരെ നമ്മൾ ഇനി പാട്രാക്കിലേക്ക് ലൊക്കേഷൻ അടിച്ച് പോവാ. നമ്മളപ്പോ മൈസൂര് ഹൈവേ കയറി. നമ്മൾ ആ വഴിയാണ് പോണത്. അപ്പൊ മൈസൂര് ഹൈവേ നമ്മളപ്പോ കയറി. മൈസൂര് വഴി ഹൈവേ വഴി ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വട്ടം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സൂപ്പറാട്ടോ. അടിപൊളി വഴി. കാണാൻ നല്ല കാഴ്ച, നല്ല രസമാണ്. ആസ്വദിച്ച് ഓടിക്കാൻ പറ്റി നമുക്ക്. വീടുകളും വല്ലവരെ പോലെ. വഴിയായിട്ടൊക്കെ
പാലസിന്റെ മുമ്പ് എവിടെ പോണട്ടാ? പാലസ് ഒക്കെ എത്തിക്കണ്ട. ഇത് രാത്രി ഒന്നുകൂടി രസാ, ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാവും. ഗുണ്ടൽപേട്ട എത്താറായി. അങ്ങനെ നമ്മളിപ്പോ ഗുണ്ടൽപേട്ട് എത്തി. ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റ് കൊടുത്തു. ചെക്ക് പോസ്റ്റ് പൈസ കൊടുത്തു. ഇപ്പൊ ദേ വണ്ടി എടുക്കാൻ നിൽക്കുന്നു. അങ്ങനെ നമ്മളിപ്പോ ബന്ദിപ്പൂര് കാട്ടി കയറിട്ടാ ഗൈസ്. സൂക്ഷിച്ച് നോക്കി ആനേനൊക്കെ കാണാം. ആനേനെ അപ്പൊ നമ്മള് വരണ വഴിയില് വണ്ടിക്കാരൊക്കെ ബാക്ക് എടുത്തോണ്ടിരിക്കുക. റോട്ടിലൊരു കൂട്ടം ആന നിക്കുന്നുണ്ട്. അവിടെ നിക്കണ്ട് കേട്ടോ, നമുക്ക് അതിനെ കാണാം. കേക്കണ റോഡില് അതിനെ കണ്ടിട്ടാണ് ഫാമിലിയുടെ. വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോ പേടിച്ചു. കിട്ടിട്ടാ നമ്മളപ്പോ തൊരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. തൊരപ്പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്ക് പോസ്റ്റ് 9 മണി വരെ വണ്ടി കടത്തി വിടുള്ളൂ. 6 മണിക്ക് കഴിഞ്ഞ് തുറക്കുള്ളൂ. അപ്പൊ നമ്മള് നേരെ മൈസൂരിന്ന് ബന്ദിപ്പൂരിന്ന് മുതുമല, അങ്ങനെ നമ്മളിവിടെ എത്തി. നമ്മള് നേരെ ഒരു 5 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഗൂഡല്ലൂർ എത്തും. അവിടുന്ന് നമ്മള് നാടുകാണി വഴി തിരിച്ചിറങ്ങണം. അപ്പൊ വണ്ടി ഇവിടെ ജസ്റ്റ് എത്തിയപ്പോ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പൊ വീലൊക്കെ അപ്പൊ ഒന്ന് ജസ്റ്റ് ഫുഡ് അടിക്കാൻ അവിടെ സ്ഥലമുണ്ട്. നല്ലൊരു ഹോട്ടലുണ്ട്, ഉടുപ്പി റെസ്റ്റോറന്റ്. അപ്പൊ അവിടുന്ന് ഫുഡും കഴിച്ച് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വീലൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടതാ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. കാട്ടുപന്നി പോയി അതിന്റെ ഇപ്പൊ കണ്ട കാട്ടുപന്നി ഇപ്പൊ ഓടി ഇതിന്റെ ഇടയിൽ. വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇപ്പൊ പെട്ടാ ഒരു കാട്ടുപന്നി ഓണ്ട തൊട്ട് നോക്കി. അതിന് പല്ല് നോക്കില്ലേ, കൊമ്പ് നോക്കി അതിന്റെ. ഈശോ, ഓടിക്കുക അത് നമ്മളെ. അത് ഓടി കിട്ടുന്നുണ്ട്. ഓടിക്കുക അത് കണ്ടിട്ടില്ലേ, വണ്ടി കയറിയ